ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റത്തിൽ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു നമ്പറിന്റെ അവസാനത്തെ അക്കം അല്ലെ, അതാണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ എളുപ്പ വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ അതിനു മുന്നേ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യൂണിറ്റ് ഡിജിറ്റ്. ഇപ്പൊ 2348 ഇങ്ങനെ ഒരു നമ്പറിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന നമ്പർ അതേതാണ്? 8 അല്ലേ? ഈ 8നെ പറയുന്ന പേരാണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പൊ 253 എന്നാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. സോ 3 ആണ് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ 2579 എന്നാണെങ്കിൽ ഇത് യൂണിറ്റ് ഡിജിറ്റ് ആണ്, ഇത് 10th പ്ലേസ് ആണ്, ഇത് 100th പ്ലേസ് ആണ്, ഇത് 1000ന്റെ പ്ലേസ് ആണ്. 2 എന്ന് പറയുന്ന 1000ന്റെ പ്ലേസ് ആണ്, അപ്പൊ 2000 ആണ്. 5 എന്ന് പറയുന്ന 500 എന്ന് പറയാം, 100ന്റെ പ്ലേസ് ആണ്. 7 എന്ന് പറയുന്ന 10ന്റെ പ്ലേസ് ആണ്, സോ 70. പിന്നെ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് ആയ 9, ഇത്രയും കൂടെ ചേരുമ്പോഴാണ് 2579 എന്ന് വരുന്നത്. ഓക്കെ, നമുക്ക് വേറെ തൽക്കാലം യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി, വേറെ പ്ലേസിനെ പറ്റി ഒന്നും കൂടുതൽ അറിയണ്ട. യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ 0, 1, 5, 6 ഈ നമ്പറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് നമ്പറുകളാ? 0, 1, 5, 6. എന്താ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? അതായത് സീറോയിൽ എൻഡ് ചെയ്യുന്ന, സീറോയിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെയും പവർ എത്ര വന്നാലും ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അതായത് 20⁻100. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെ വരും? 0 തന്നെ വരും. സെയിം നമ്പർ 0 തന്നെ വരും അല്ലെ. അതായത് 30⁻125 അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കും? അതായത് 30 × 30 × 30 × 30 × 125 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്തൊന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി? 0 തന്നെ എഴുതിയാൽ മതി അല്ലെ. 30 × 30 ചെയ്യുമ്പോൾ വീണ്ടും ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെയാണ്, വീണ്ടും 30 ചെയ്യുമ്പോൾ വീണ്ടും ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെയാണ് അല്ലെ. അപ്പൊ സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 തന്നെയായിരിക്കും. മനസ്സിലായോ? സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ പവർ എത്രയാണെങ്കിലും, മനസ്സിലായോ? സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ പവർ എത്രയാണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് 1ഉം. 21 ആണെന്ന് വെച്ചോ, 21⁻455, 21⁻455. പവർ എത്ര ആയിക്കോട്ടെ, 455, 4550 എന്തോ ആയിക്കോട്ടെ, പവർ എന്തായാലും നമുക്ക് പ്രശ്നമില്ല. കാര്യം അവസാനം ഒന്നിൽ അവസാനിച്ചിരിക്കുന്നതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 തന്നെയായിരിക്കും. അപ്പൊ 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ പവർ എന്താണെങ്കിലും യൂണിറ്റ് ഡിജിറ്റ് 1 തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് 5. ഇപ്പൊ 5ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ, ഒരു 65 പറയാം. 65⁻1211. ചുമ്മാ ഒരു നമ്പർ പറയാം. 65⁻1211 അല്ലെ. 65 എന്താണെങ്കിലും അവസാനത്തെ ഒക്കെ എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് 6ന്റെ കേസും. 126⁻536. 6ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ പവർ എന്താണെങ്കിലും നമുക്ക് എന്ത് തന്നെയായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 6 തന്നെയായിരിക്കും. ഇത്രയാണ് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത. അപ്പൊ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഓക്കെ ആണല്ലോ. 0, 1, 5, 6 ഈ നമ്പേഴ്സിന്റെ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ എല്ലാം പവറിൽ ഏത് നമ്പർ വന്നാലും സെയിം തന്നെയായിരിക്കും. 0 ആണെങ്കിൽ 0 തന്നെയായിരിക്കും, 1 ആണെങ്കിൽ 1 തന്നെയായിരിക്കും, 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ 5 തന്നെയായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് കിട്ടുന്നത്, 6ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ 6 തന്നെയായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. ഇത്രയുമാണ് ആദ്യത്തെ ഒരു സെറ്റ്. ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 4ഉം 9ഉം ആണ്. നമുക്ക് ഓരോരോ നമ്പേഴ്സിനെ ഈസി ആയിട്ട് അങ്ങ് മാറ്റാം. അടുത്ത സെറ്റ് നമ്പർ എന്ന് വെച്ചാൽ 4ഉം 9ഉം ആണ്. 4⁻1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ് അല്ലെ. 4ന്റെ സ്ക്വയർ ആണെങ്കിലോ 16 ആണ്, ലാസ്റ്റ് 6 വരും. 4ന്റെ ക്യൂബ് ആണെങ്കിലോ 64 ആണ്, അപ്പൊ ലാസ്റ്റ് എന്ത് വരും? 4 വരും. 4ന്റെ റേസ്റ്റ് 4 ആണെങ്കിലോ വീണ്ടും എന്ത് വരും? വീണ്ടും എന്ത് വരും? 6 വരും. അപ്പൊ 4, 6, 4, 6 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. പവർ ഓഡ് ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 4 വരും. പവർ ഈവൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 6 വരും അല്ലെ. പവർ ഓഡ് ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 4 വരും. പവർ ഈവൻ ആണെങ്കിൽ
യൂണിറ്റ് ഡിജിറ്റിൽ എന്ത് വരും? 6 വരും. അപ്പൊ 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ റേസ് ടു പവർ ഓഡ് നമ്പർ ആണെങ്കിൽ ആ നമ്പർ 4ൽ തന്നെ എൻഡ് ചെയ്യും. യൂണിറ്റ് ഡിജിറ്റ് 4 തന്നെ ആയിരിക്കും. ഇനി 4ൽ അവസാനിക്കുന്ന 4ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ 4ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അതുപോലെ തന്നെ 9 റേസ് ടു 1 ആണെങ്കിൽ 9 റേസ് ടു 2 ആണെങ്കിൽ 81 1ൽ അവസാനിച്ചല്ലേ. 9 ക്യൂബ് ആണെങ്കിൽ വീണ്ടും 9ൽ എൻഡ് ചെയ്യും. 9 റേസ് ടു 4 ആണെങ്കിൽ വീണ്ടും 1ൽ എൻഡ് ചെയ്യും. 9 1 9 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 9ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ ആണെങ്കിൽ ഓഡ് പവർ ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? 9 ആയിരിക്കും. 9ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ പവർ ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത്രയുമാണ് ആദ്യം നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട കാര്യങ്ങൾ. 0 1 5 6 നോ ചേഞ്ച് ആണ്. 4 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നെങ്കിൽ ഓഡ് പവർ ആണെങ്കിൽ 4ഉം ഈവൻ പവർ ആണെങ്കിൽ 6ഉം വരും. അതുപോലെ 9ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിൽ ഓഡ് പവർ ആണെങ്കിൽ 9ഉം ഈവൻ പവർ ആണെങ്കിൽ 1 വരും. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ആദ്യമേ ഇതിൽ നിന്ന് തന്നെ ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് പഠിക്കാം. ഫോർ എക്സാമ്പിൾ 229 the whole raised to 229. പറയാവോ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 229 raised to 229. ഇതിന്റെ ലാസ്റ്റ് അക്ക എന്തായിരിക്കും? 9ൽ എൻഡ് ചെയ്യുന്ന നമ്പർ അല്ലേ. അപ്പൊ നമ്മൾ എന്താ നോക്കണ്ടേ? പവർ ഓഡ് ആണോ ഈവൻ ആണോന്ന്. പവർ ഓഡ് ആണോ ഈവൻ ആണോന്ന്. ഓഡ് ആണെങ്കിൽ 9 തന്നെ എഴുതാം. ഓഡ് ആണെങ്കിൽ 9 തന്നെ എഴുതാം. ഇനി 239 the whole raised to 270. ഇവിടെ നമ്പർ അവസാനിച്ചിരിക്കുന്നത് 9ലാണ്. അപ്പൊ നമ്മൾ പവർ നോക്കണം. പവർ എന്താണ്? ഈവൻ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം. മനസ്സിലായോ? അപ്പൊ 379 the whole raised to 27ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് ചോദിക്കുവാണ്. അല്ലെങ്കിൽ 419 the whole raised to 32ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡിൽ ആൻസർ എഴുതാം. പെട്ടെന്ന് നോക്കാം. 9ൽ എൻഡ് ചെയ്യുവല്ലേ, ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ ആണെങ്കിൽ 9. 9ൽ എൻഡ് ചെയ്യുവല്ലേ, ഈവൻ നമ്പർ അല്ലേ. ഈവൻ നമ്പർ ആണെങ്കിൽ 1. ഇതുപോലാണ് 4ന്റെ കേസും അല്ലെ. 214 റേസ് ടു 214. ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 214 റേസ് ടു 214 എന്ത് വരും ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ്? അപ്പൊ 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ അതിന്റെ പവർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ അതിന്റെ പവർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നോ ഡൗട്ട് നമുക്ക് എന്ത് എഴുതാം? യൂണിറ്റ് ഡിജിറ്റ് 6 എഴുതാം. യൂണിറ്റ് ഡിജിറ്റ് 6 എഴുതാം. ഇനി 4ൽ എൻഡ് ചെയ്യുന്ന വേറൊരു നമ്പർ 224, അതിന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ 111, അതൊരു ഒറ്റ സംഖ്യ ആണല്ലോ. ഓഡ് നമ്പർ ആണെങ്കിലോ എന്ത് എഴുതാം? 4 തന്നെ എഴുതണം. ഓഡ് ആണെങ്കിൽ 4 തന്നെ എഴുതണം. ഇവിടെ ഓഡ് ആണെങ്കിൽ 9 തന്നെ എഴുതണം. ഈവൻ ആണെങ്കിൽ മാറ്റണം. 9 ആണെങ്കിൽ 1, 4 ആണെങ്കിൽ 6. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ 236 the whole raised to 36. ആൻസർ എന്ത് വരും? യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 6ന്റെ കാര്യം അറിയാലോ, 6ന്റെ പ്രത്യേകത അറിയാലോ. എന്താണ്? 6 തന്നെ ആയിരിക്കും. 0 1 5 6 ഇവയ്ക്ക് നോ ചേഞ്ച്. പവർ എന്ത് വന്നാലും പവർ എന്ത് വന്നാലും 0ൽ അവസാനിക്കുന്ന നമ്പർ 0ൽ തന്നെ അവസാനിക്കും. 1ൽ അവസാനിക്കുന്ന നമ്പർ 1ൽ തന്നെ അവസാനിക്കും. 5ൽ അവസാനിക്കുന്ന നമ്പർ 5ൽ തന്നെ അവസാനിക്കും. ആൻഡ് 6ൽ അവസാനിക്കുന്ന നമ്പർ 6ൽ തന്നെ അവസാനിക്കും. അതുപോലെ 9ഉം 4ന്റെയും കേസ് ഓർക്കുക. 9 വന്നിട്ട് ഓഡ് പവർ ആണെങ്കിൽ 9 തന്നെയാണ്. 4 വന്നിട്ട് ഓഡ് പവർ ആണെങ്കിൽ 4 തന്നെയാണ്. 9 വന്നിട്ട് ഈവൻ പവർ ആണെങ്കിൽ 1 ആണ്. 4 വന്നിട്ട് ഈവൻ പവർ ആണെങ്കിൽ 6 ആണ്. ഇതൊന്നും അല്ലാത്ത, ഈ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത നമ്പേഴ്സ് 2ൽ അവസാനിക്കുന്ന, 3ൽ അവസാനിക്കുന്ന, 7ൽ അവസാനിക്കുന്ന, 8ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അപ്പൊ അതൊക്കെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് പഠിക്കണം. അതായത് ഈ 4ഉം 9ഉം എല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. എക്സെപ്റ്റ് നോക്കെ 0 1 5 6 ഇത് മാത്രം ഒരു സ്പെഷ്യൽ കേസ് ആണ്. നോ ചേഞ്ച് ആണ്. അത് അതുപോലെ നിൽക്കട്ടെ. ബാക്കിയുള്ളതിനെല്ലാം നമുക്കൊരു കോമൺ മെത്തേഡ് പഠിക്കാം. ബാക്കിയുള്ളതിനെല്ലാത്തിനും കൂടെ ചേർന്നൊരു കോമൺ മെത്തേഡ് പഠിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ 232 the whole raised to 32.
ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? ചോദ്യം ശ്രദ്ധിച്ചേ. 232 232 ഈ ഒരു നമ്പറിന്റെ ഇങ്ങനെ 32ാമത്തെ പവർ കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ? നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0യോ 1ഓ 5ഓ 6ഓ അല്ല, നമ്മുടെ ചോദ്യത്തില് 2 ആണ് കിടക്കുന്നത്. 0യോ 1ഓ 5ഓ 6ഓ ആണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, സെയിം നമ്പർ എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് 2 ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പവർ നോക്കണം. പവർ എന്താണ്? 32. 32 4ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ? ആദ്യം നോക്കേണ്ടത് 32നെ 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 32 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 32 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 8 × 4 അല്ലെ 32 അല്ലേ? സോ 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 32 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അങ്ങനെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ, മനസ്സിലായോ? മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ യൂണിറ്റ് ഡിജിറ്റിൽ കിടക്കുന്നത് നോക്കുക. യൂണിറ്റ് ഡിജിറ്റിൽ കിടക്കുന്നത് ഈവൻ നമ്പർ ആണ്, 2 ആണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ 6 എഴുതുക. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ നോക്കുക. യെസ് ആണെങ്കിൽ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ നോക്കുക. ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ 1ഉം ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ 6ഉം ആയിരിക്കും. പവർ മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ നോക്കുക. യൂണിറ്റ് ഡിജിറ്റിൽ കിടക്കുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ 1ഉം ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ 6ഉം ആയിരിക്കും. അപ്പം 78 the whole raised to 28. ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? അവസാനത്തെ അക്കം എന്തായിരിക്കും? 78 അല്ലെ? ഹോൾ റേസ് ടു 28. 28 മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ നോക്കുക. 28 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 7 × 4 ആണ് 28. മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ അടുത്തത് നോക്കേണ്ട ഓഡ് ആണോ ഈവൻ ആണോ. ഓഡ് ആണെങ്കിൽ 1 കൊടുക്കുക, ഈവൻ ആണെങ്കിൽ 6 കൊടുക്കുക. 8 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്, സോ അതും 6 വരും. മനസ്സിലായോ? 239 the whole raised to 88. 239 the whole raised to 88. ഇവിടെ എന്ത് വരും? നമ്മൾ 9ൽ എൻഡ് ചെയ്യുന്നത് സ്പെഷ്യൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും ഈ മെത്തേഡും ഓക്കെയാണ്. 88 നമുക്ക് അറിയാം അല്ലെ? 4ന്റെ മൾട്ടിപ്പിൾ 88, 100% നമുക്ക് അറിയാം. 4ന്റെ മൾട്ടിപ്പിൾ 88. അപ്പൊ നോക്കണം ഓഡ് ആണോ ഈവൻ ആണോ. ഓഡ് ആണെങ്കിൽ ആൻസർ 1 കൊടുക്കുക. ഓഡ് ആണെങ്കിൽ ആൻസർ 1 കൊടുക്കുക. 227 the whole raised to 44. 227 the whole raised to 44. എങ്ങനെ ചെയ്യാം? 227 the whole raised to 44. 44 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നോക്കുക ഓഡ് ആണോ ഈവൻ ആണോ. ഓഡ് ആണെങ്കിൽ 1, ഓഡ് ആണെങ്കിൽ 1, ഈവൻ ആണെങ്കിൽ 6. അപ്പൊ പവർ നോക്കുക. പവർ നോക്കുക. പവർ എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ 1ഉം ഈവൻ നമ്പർ ആണെങ്കിൽ 6ഉം. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഒരു നമ്പറും കൂടെ നമുക്ക് നോക്കാം. 383 the whole raised to 40. 383 the whole raised to 40. 40 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 40 മൾട്ടിപ്പിൾ ആണ്. യെസ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നോക്കുക ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ. ഓഡ് നമ്പർ ആണെങ്കിൽ 1, ഓഡ് നമ്പർ ആണെങ്കിൽ 1, ഓഡ് നമ്പർ ആണെങ്കിൽ 1. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഈവൻ നമ്പർ ആണെങ്കിൽ 6. ഇനി അടുത്ത ഒരു കേസ് വരുന്നതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെങ്കിലോ, 4ന്റെ ഗുണിതം അല്ലെങ്കിലോ. 4ന്റെ ഗുണിതം അല്ലെങ്കിൽ ഒരു റിമൈൻഡർ 1 വരാം, 2 വരാം, 3 വരാം അല്ലെ? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ലെ? 40 ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ. 41 ആണെങ്കിലോ 40 വരെ 4ന്റെ മൾട്ടിപ്പിൾ, ബാക്കി 1 അധികം ഉണ്ട് അല്ലെ? സോ 252 the whole raised to 41. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം എന്ന് വെച്ചോ. 252 the whole raised to 41. 41 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 41 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 41 4ന്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം 40 വരെ 4ന്റെ മൾട്ടിപ്പിൾ, ബാക്കി ഒരു 1 ഉണ്ട്. ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. അവസാനത്തെ അക്കം 2 അല്ലേ?
2 raised to 1 എഴുതിയാൽ മതി, ആൻസർ 2. ഇപ്പൊ 273 raised to 41 ആണെന്ന് വെച്ചോ. എന്താ ചെയ്യണ്ടേ? ആദ്യം നോക്കണം 4ന്റെ മൾട്ടിപ്പിൾ ആണോ. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ 1, ഈവൻ നമ്പർ ആണെങ്കിൽ 6. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എളുപ്പാ. ഓഡ് നമ്പർ ആണെങ്കിൽ 1, ഈവൻ നമ്പർ ആണെങ്കിൽ 6. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എത്ര അധികം ഉണ്ടെന്ന് നോക്കുക. 4ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞ് എത്ര അധികം ഉണ്ട്? 41 ആണ്. 40 കഴിഞ്ഞ് 1 അധികം ഉണ്ട്. അത് 3ന്റെ പവർ ആയിട്ട് എഴുതുക. 3 raised to 1, ആൻസർ 3. 357 the whole raised to 41. എങ്ങനെ ചെയ്യും? 41 4ന്റെ മൾട്ടിപ്പിൾ അല്ല, ഒരു റിമൈൻഡർ ഉണ്ട്. അവിടെ 7 raised to 1 എഴുതിയാൽ മതി, ആൻസർ 7. മനസ്സിലായോ? ഇനി 42 ആയിരുന്നെങ്കിലോ? 42 ആയിരുന്നെങ്കിലോ? 289 the whole raised to 42. എന്ത് വരും? 40 വരെ 4ന്റെ മൾട്ടിപ്പിളാ, ബാക്കി ഒരു 2 ഉണ്ട്. 40 വരെ 4ന്റെ മൾട്ടിപ്പിളാ, ബാക്കി ഒരു 2 ഉണ്ട്. ആ 2നെ 9ന്റെ മുകളിലോട്ട് എഴുതിയാൽ മതി. 9 സ്ക്വയർ എന്ന് പറയുമ്പോൾ 81 ആണ്. സോ ലാസ്റ്റ് 1. 9 സ്ക്വയർ എന്ന് പറയുമ്പോൾ 81 ആണ്. സോ ലാസ്റ്റ് 1. പിന്നെ 9ന്റെ എളുപ്പവഴി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 9 വന്നു കഴിഞ്ഞാൽ ഈവൻ പവർ ആണെങ്കിൽ 1ഉം ഓഡ് പവർ ആണെങ്കിൽ 9ഉം ആയിരിക്കും. അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 328 the whole raised to 30. എന്ത് വരും? 328 the whole raised to 30 എങ്ങനെയാ ചെയ്യുന്നത്? ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കേ. 328 raised to 30. 328 raised to 30. ആദ്യം നോക്കേണ്ടത് 0യോ 1ഓ 5ഓ 6ഓ അല്ലെങ്കിൽ ആദ്യം നോക്കേണ്ടത് പവർ നോക്കുക. 30. 28 വരെ 4ന്റെ മൾട്ടിപ്പിളാ, ബാക്കി 2 ഉണ്ടല്ലേ. 28 വരെ 4ന്റെ മൾട്ടിപ്പിളാ. 30നെ 4 കൊണ്ട് ഭാഗിച്ച് നോക്കിയാൽ മതി. 7 4 28. ബാക്കി വരുന്നത് 2. ആ ബാക്കി വരുന്നതിനെ പവർ ആയിട്ട് എഴുതുക. ബാക്കി വരുന്നതിന്റെ അവസാനത്തെ അക്കത്തിന്റെ പവർ ആയിട്ട് എഴുതുക. 8ന്റെ സ്ക്വയർ. 8ന്റെ സ്ക്വയർ 64, 64 ആണ്. സോ ലാസ്റ്റ് ഡിജിറ്റ് 4. 8ന്റെ സ്ക്വയർ 64 ആണ്. സോ 4 ആയിരിക്കും അവസാനത്തെ അക്കം. മനസ്സിലായോ? 287 the whole raised to 45. എങ്ങനെയാ ചെയ്യുന്നേ? 45നെ നോക്കുക. 45നെ 4 കൊണ്ട് ഭാഗിച്ച് നോക്കിയേ. 45നെ 4 കൊണ്ട് ഭാഗിച്ച് നോക്കിയേ. 1 4 4 0 5 1 4 1. 11 4 44, ബാക്കി 1 ഉണ്ടല്ലേ. 11 4 44, ബാക്കി 1 ഉണ്ട്. ആ 1നെ എവിടെ എഴുതണം? 7ന്റെ പവർ ആയിട്ട് എഴുതണം. സോ ലാസ്റ്റ് ഡിജിറ്റ് 7. ലാസ്റ്റ് ഡിജിറ്റ് 7. ക്ലിയർ ആണോ? അപ്പൊ ഏത് നമ്പർ ചോദിച്ചാലും ചെയ്യത്തില്ലേ? ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒന്ന് ചെയ്ത് നോക്കേ. 272 the whole raised to 48 into 374 the whole raised to 32 into 318 raised to 18. ഈ ഒരു പ്രോഡക്റ്റിന്റെ അവസാനത്തെ അക്കം എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്ന് ട്രൈ ചെയ്യാവോ? ഈ ഒരു പ്രോഡക്റ്റിന്റെ അവസാനത്തെ അക്കം ഏതാണെന്നാണ് ചോദ്യം. യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും? 2ൽ അവസാനിക്കുന്ന ഒരു നമ്പർ പവർ കിടക്കുന്നത് 48. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 12 4 48. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈവൻ നമ്പർ ആണ്. 2 ഈവൻ നമ്പർ ആണ്. സോ അവസാനത്തെ അക്കം 6 ആണ്. ഇൻറ്റു ഇവിടെ എങ്ങനെയാ നോക്കുന്നത്? 4ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ പവർ ഈവൻ ആണെങ്കിൽ 6 ആണ് വരുന്നത്. പവർ ഈവൻ ആണെങ്കിൽ 6 ആണ് വരുന്നത്. 9ഉം 4ഉം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അത് ഓർക്കാം. അതുപോലെ 8ൽ അവസാനിക്കുന്നു. അപ്പൊ നമ്മൾ പവർ നോക്കുക. 18 ആണ്. അത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 16 വരെ 4ന്റെ മൾട്ടിപ്പിളാ, ബാക്കി 2 ഉണ്ട്. അത് 8ന്റെ പവർ ആയിട്ട് കൊടുക്കുക. അപ്പൊ ലാസ്റ്റ് എന്ത് വരും? ഇത് 6 into 6 36 ആണ്. അപ്പൊ ലാസ്റ്റ് ഒരു 6 വരും. ഇത് 8ന്റെ സ്ക്വയർ 64 ആണ്. ലാസ്റ്റ് 4 വരും. മനസ്സിലായോ? ഈ 6ഉം ഈ 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36. അതുകൊണ്ട് 6 എന്ന് എഴുതി. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64, 4 എന്ന് എഴുതി. സോ 6 into 4 24 ആണ്. സോ ലാസ്റ്റ് 4 വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 4 ആണ്. അപ്പം ഇതുപോലെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. 0 1 5 6 ആണെങ്കിൽ നോ ചേഞ്ച്. പിന്നെ ഈവൻ നമ്പർ ആണ്
ഓഡ് നമ്പർ ആണ് കേസ് വരുന്നത് 4 9 മാത്രമാണ്. അത് പ്രത്യേകിച്ച് പഠിച്ചില്ലെങ്കിൽ പോലും കോമൺ മെത്തേഡ് പഠിക്കാം. കോമൺ മെത്തേഡ് എങ്ങനെയാണ്? പവർ നോക്കണം. പവർ നോക്കുമ്പം 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ 1, ഈവൻ നമ്പർ ആണെങ്കിൽ 6. പവർ നോക്കുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് ഡിജിറ്റിനകത്ത് ആ പവർ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ്സിന്റെ സ്റ്റെപ്പ്. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ നല്ല തറവാവും. അപ്പം ഇനി ഇതില് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.